നമ്മളിപ്പോ നിൽക്കുന്നത് ആനക്കോട്ടയുടെ നേരെ പിന്നിലാണ് കേട്ടോ. അപ്പൊ അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലം എന്ന് പറഞ്ഞാല് ബ്രഹ്മരാക്ഷസന്റെ ഒരു അമ്പലമാണത്. അത് അമ്പലത്തിന് ശരിക്കുള്ള പേര് എന്ന് വെച്ചാൽ ശ്രീ ആൽക്കൽ ബ്രഹ്മരാക്ഷസൻ ക്ഷേത്രമാണ്. ഈ അമ്പലത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ബ്രഹ്മരാക്ഷസ് ബ്രഹ്മരാക്ഷസ് പക്ഷെ ഇവിടെ ബ്രഹ്മരാക്ഷസനാണ്. ആലോചിക്കുക, നിങ്ങൾ ആരും കേൾക്കാത്തൊരു സംഭവം ആലോചിച്ചാ. ഞാൻ ഇതിലായിട്ടും കേട്ടിട്ടില്ല അങ്ങനെ എവിടെയും ബ്രഹ്മരാക്ഷസം. ഞാനും കേട്ടിട്ടില്ല, നമ്മള് കണ്ടിട്ടില്ല, അമ്പലത്തിൽ പോയിട്ടുമില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ഗുരുവായൂര് കോട്ടപ്പടി ഭാഗത്ത്, അത് ആനക്കോട്ട ഭാഗത്താണ് അമ്പലം ഉള്ളത് കേട്ടോ. അതെ, അത് മാത്രല്ല ഈ അമ്പലത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലം പണിതത് ആരാന്നറിയോ? ആരാണ് പണിതത്? നമ്മുടെ പ്രസിദ്ധനായിട്ടുള്ള പെരുന്തച്ഛനാണ്. അതെ, പണിതിരിക്കുന്നത്. പെരുന്തച്ഛനാണ് പണിത്. പെരുന്തച്ഛന്റെ കഥകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും. മരപ്പണികളെ കുറിച്ചാണല്ലോ, ഓരോ കാര്യത്തെ കുറിച്ച്. അപ്പൊ അദ്ദേഹം നിർമ്മിച്ച ഒരു അമ്പലമാണ് ഈ കാണുന്ന അമ്പലം. ആലോചിച്ച് നോക്കിയാൽ. അപ്പൊ അതിന്റെ ഉള്ളില് എത്രത്തോളം നല്ല ഭംഗികരമായിട്ടുള്ള കാഴ്ചകളുണ്ടെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ വീട്ടിൽ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങള് ഞങ്ങള് ഭഗവാനെ തൊഴുതിട്ട് നമുക്ക് അതിന്റെ രീതികൾ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളിപ്പോ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പെരുന്തച്ഛൻ എന്ന് പറഞ്ഞുള്ള ആള് ഒരുപാട് അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അമ്പലത്തിലൊക്കെ അദ്ദേഹത്തിന്റെ എന്താ മുഴക്കോല് വെക്കും എന്ന് പറയുന്നുണ്ട്. അതെന്തിനാണെന്നറിയോ? അത് ഈ അമ്പലത്തിന് പിന്നേക്ക് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കണമെങ്കിൽ വേറൊരാള് വന്ന് ശരിയാക്കുമ്പോൾ അവർക്ക് ഇതിന്റെ കണക്കറിയില്ല. ആ കണക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ മുഴക്കോൽ അതിൽ വെക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ആ മുഴക്കോൽ നോക്കിക്കഴിഞ്ഞാൽ ആ അമ്പലത്തിന്റെ പ്ലാൻ മൊത്തം കിട്ടും. എവിടേക്ക് എന്തൊക്കെ കേടുപാടുകൾ വെച്ചാൽ അത് അതുപോലെ ശരിയാക്കി എടുക്കാനും പറ്റും, കണക്ക് മാറാതെ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ആനക്കോട്ട നേരെ പിന്നിലാണ് കേട്ടോ. അതെ, ആനക്കോട്ട വടക്കേ നട എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ നമുക്ക് പോയി കാണാം, നല്ല രസമാണ് അവിടെ. അപ്പൊ നമുക്ക് ഉള്ളിൽ കേറിയിട്ട് ഒന്ന് കാണുകയും ചെയ്യാം. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അറിയാൻ വേണ്ടിട്ട്. വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഗൈസ് നമ്മളപ്പോ അമ്പലത്തിനകത്ത് കയറി തൊഴുതു. അങ്ങനെ മീനൂട്ട് നടത്താന്ന് വെച്ചു. ഇവിടുത്തെ കുളം തന്നെ ഉണ്ടല്ലോ, സാധാരണ കുളം അല്ലല്ലോ, ഭംഗി കാണാൻ അടിപൊളിയല്ലേ ഇത് ഭംഗിയാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആറാധപുരം സിനിമയിലൊക്കെ ഉണ്ണിമായ കുളിക്കാൻ പോലും കുളം. അതെ ഇത് ഇറക്കണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പിടിച്ച് ഇങ്ങനെ അത് പറ്റില്ലല്ലോ. അടിപൊളി കുളട്ടോ. അപ്പൊ നമ്മള് മീനൂട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മീനൂട്ട് നടത്താം നമുക്ക്. അരിയാണ് അതിനു വേണ്ടി കുറച്ച് അരി തന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓടുകയല്ലേ അരി. മീനുണ്ടായാ മതി പറഞ്ഞു. മീനുണ്ട്. ബത്തി മീൻ മീനുണ്ട്. എത്ര മീനുകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ മീന്. കഴിച്ചോടാ മക്കളെ, കഴിച്ചോ, വയറ് നിറച്ച് കഴിച്ചോട്ടാ. മീനുണ്ട്. അതെ, വലിയ വലിയ മീനുകളൊന്നും കാണാനില്ലല്ലോ. എവിടെ പോയി വലിയ ഒളിച്ചുറങ്ങും. അതെ, ഈ മീനൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ കുറിച്ച് ഇത് ഏറ്റവും കൂടുതൽ തൃപ്രയാറാണ് കണ്ടിരിക്കുന്നത്. കാരണം അത് ഭയങ്കര നമ്മുടെ എന്താ പറയാ ദാരിദ്ര്യം മൊത്തം മാറിക്കിട്ടുന്നൊക്കെയാണ് പറയാ മീനൂട്ട് നടത്തി കഴിഞ്ഞാൽ. ഞാനൊരു പ്രത്യേക തരം വഴിപാടാണത് മീനൂട്ട്. വരിക കഴിച്ചോളാം മക്കളെ, ഇഷ്ടം പോലെ കഴിച്ചോളൂ, വയറ് നിറച്ച് കഴിച്ചോ. ഞങ്ങളൊന്ന് മീനിട്ട് നടത്തട്ടെ ഗൈസ്. പിന്നെ ഇപ്പൊ ഞങ്ങള് അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയപ്പോ ബ്രഹ്മരാക്ഷസന്റെ അമ്പലം എന്ന് പറഞ്ഞാല് ഈ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ഈ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ബ്രഹ്മരാക്ഷസൻ ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഇവിടെ എന്താ വെച്ചാല് ബ്രഹ്മരാക്ഷസന്റെ അമ്പലം എന്ന് പറഞ്ഞാലും എന്താ പറയാ ശിവ പൂജയാണ് ഇവിടെ ഉള്ളത്. അതാണ് ഞങ്ങളിപ്പോ അവിടെ ചോദിച്ചപ്പോ പറഞ്ഞത്. പിന്നെ അവിടെ ഒരു വാളിരിപ്പുണ്ട്. ഒരു മറ്റേ സിൽവർ കളറിലാണ് ഇരിക്കുന്ന വാള്. അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ പറഞ്ഞു ഇവിടെ കോവിലകം ആയ സമയത്ത് അന്നത്തെ കാലത്ത് ഇവിടെ ഒരു വെളിച്ചപ്പാടുണ്ടായിരുന്നു പറഞ്ഞു. ആ വെളിച്ചപ്പാടിന്റെ
വാളാണത്. പിന്നെ അതിനുശേഷം അദ്ദേഹം പോയതിനു ശേഷം പിന്നെ അത് ആരും ഏറ്റെടുത്തില്ല. അപ്പൊ ആ വാള് കിട്ടിയപ്പോ വൃത്തിയാക്കി അതവിടെ മറ്റേ എന്താ ചില്ലിട്ട് വെച്ചു എന്നുള്ളതാണ് ഐതിഹ്യം കേട്ടോ. കാരണം ഇത് എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു അമ്പലമാണത്. അതാണ് നമ്മൾ പറഞ്ഞു പെരുന്തച്ചൻ പണിത അമ്പലമാണെന്ന് പറയണത് അതുകൊണ്ടാണ്. അത്രയും കാലപ്പഴക്കമുണ്ട് ഇതിനെ. അതുകൊണ്ട് മീനൂട്ട് കഴിഞ്ഞു, എന്റെ ക്ലാസ് ആണിത് ക്ലാസ്. അപ്പൊ ഇവിടുത്തെ കൊളക്കടവ് എന്ന് പറഞ്ഞാല് അടിപൊളി കൊളക്കടവാണ്. കാരണം എന്താ പറഞ്ഞാൽ ഈ കരിങ്കല്ലിന്റെ സ്റ്റെപ്പൊക്കെ ആയിട്ട് നല്ല ഗംഭീരമായിട്ട് പണിതിട്ടുള്ള കേട്ടോ. പിന്നെ ഇവിടെ 2 കടവുണ്ട്. ഇത് ആണുങ്ങളെ കടവാണ്, അത് പെണ്ണുങ്ങളെ കടവാണ്. പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ഉണ്ട്. ഈ കടവിന് വേറെ പ്രത്യേകതയുണ്ട്. ഈ കടവ് എന്ന് വെച്ചാൽ പണ്ട് കാലത്തിന് കടവുകൾ തന്നെ ഈ ഷേപ്പാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഷേപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് തുണി മാറിയാൽ അപ്പുറത്തൊന്നും ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. അത് കാരണമാണ് ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടുള്ളത്. ഒന്ന് കേറുന്നാലും കാണില്ല. അത് മാത്രല്ല, ഇത് കണ്ട, ഇതാണ് പണ്ട് കാലത്ത് സോപ്പ്, എണ്ണ, തോർത്തുമുണ്ട്, വേഷ്ടി, മുണ്ടൊക്കെ വെക്കാനുള്ളത്. അതിനുണ്ട്. ഇപ്പൊ അത് ഉപയോഗിക്കാത്തതാണ്. ഇപ്പൊ എല്ലാവരും കുളിമുറിയും കാര്യങ്ങളൊക്കെ ആയല്ലോ. ഇപ്പൊ അമ്പലത്തിന്റെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആരും വരില്ല. രാവിലത്തോളും കളമെഴുത്ത് പാട്ടുണ്ട് കേട്ടോ. അതെ, അത് നമ്മുടെ തുലാമാസത്തിലാണ് സംഭവം നടക്കാറ്. തുലാമാസത്തില് അത് ഒരാഴ്ചയാണ്. അത് വാവിന്റെ അന്നാണ് നമ്മൾ നടക്കുക. അതായത് എന്താണ് നമ്മുടെ കളയെടുത്ത് പാട്ട് ഇവിടുന്നാണ് സ്റ്റാർട്ട്. ഇവിടുന്നാണ് പിന്നെ വാവായിട്ട് തുടങ്ങിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പിന്നെ തുടങ്ങാം. ഇവിടുന്നാണ് വാവ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടുന്നാണ് പിന്നെ നമ്മൾ കുറച്ചു ഉണ്ടല്ലോ കളമെടുത്ത് പാട്ടിന്റെ മണ്ഡപം, നമ്മുടെ പാട്ടുപന്തൽ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സെപ്പറേറ്റ് സ്ഥലം കൂടി അവിടെ ഉണ്ട്. അവിടെ 4 തൂണിൽ കെട്ടിയിട്ട് അതിന് മോളിക്കൂടെ എന്തെങ്കിലും കെട്ടുമല്ലോ. കാരണം എന്താ വെച്ചാൽ അതിന്റെ മുകളിലായിട്ട് സംഭവം കെട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അടിയിൽ വരച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് പൊടി വീഴാണ്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലോ. അങ്ങനെ 4 അതിനകത്ത് തൂണൊക്കെ വെച്ചാൽ ഭംഗിയാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വരിക കാണാൻ അടിപൊളിയാണ്. സംഭവമുള്ളൂ കൊളക്കടവുകളും ഉള്ളത്. അങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് പണി നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൽത്തറയാണിത്. ആൽത്തറ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ തറ മാത്രമല്ലേ കാണാനുള്ളൂ. പക്ഷെ അതിനൊരു കുഞ്ഞു ആല് നിൽക്കുന്നുണ്ടോ. ഈ ആല് വളർന്ന് വലുതായി വലിയൊരു വൃക്ഷമായി മാറും. അങ്ങനെ അതിനു വേണ്ടി കെട്ടിട്ടാണ്. അതും ആലാണ്, പക്ഷെ അതിന് തറയില്ല എന്ന് മാത്രം. കെട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ആല് നിൽക്കുന്നുണ്ട്. അത് ആത്മാവാണ്. ആലും മാവും കൂടി ചേർന്നതാണ്. അങ്ങനെ നിൽക്കണ്ട. അപ്പൊ നല്ല രസമായിട്ട് കെട്ടിയിട്ട് വരും അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. കുട്ടികൾക്ക് കളിക്കുന്നത് ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നു. അടിപൊളിയാണ് ഇവിടെ വന്നത്. നല്ല കാഴ്ചകളാണ്, നല്ല പച്ചപ്പും അല്ലേ, സൂപ്പറാണ്. പിന്നെ നല്ല അമ്പലം. ഇവിടെയൊക്കെ നിങ്ങൾ തൊഴാൻ വരികയാണെങ്കിൽ ഈ ഭാഗം കൂടി നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. കാരണം ഇത് നല്ലൊരു ഏരിയ ആണ്. പിന്നെ ഈ അമ്പലം ഇവിടെ മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകത എന്ത് ഭംഗി നോക്കിയ ആൽത്തറ. അവിടെ ആലുണ്ട്, തറ കിട്ടിയിട്ടില്ല. ഇവിടെ ആല് വളർന്നു പക്ഷെ തറ കിട്ടി. എന്താല്ലേ, അവിടെ ആലുണ്ട്, തറയുണ്ട്. അത് ആത്മാവ്, ആലും മാവും കൂടി ചേർന്നാണ് അത് ആത്മാവ് എന്ന് പറയുന്നത്. അല്ലേ, അടിപൊളി. അങ്ങോട്ടുണ്ട്. അപ്പൊ നമ്മള് അമ്പലത്തിന്റെ അവിടെ നിന്ന് ഇതിലേക്ക് വന്നപ്പോ നല്ല രസമുള്ള ഒരു റോഡുണ്ട്. അതിന്റെ 2 സൈഡിലും വീടുകളാണ്. അത് നേരെ വരണേ ആനക്കോട്ട പിൻവശത്തേക്കാണ് വരുന്നത്. ഇതിന്റെ അപ്പുറത്ത് കാണുന്നത് ആനക്കോട്ടയാണിത്. ഞാൻ അതെ, ഞാൻ ആലോചിക്കണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് രാത്രിയൊക്കെ ആന അവിടുന്ന് ചിഹ്നം വിളിക്കുന്നത് കേൾക്കില്ലേ. രാത്രി ഒച്ച ഉണ്ടാകുന്നത് സ്ഥിരമായി കാണും. ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അവിടെ നിന്ന് തന്നെ എപ്പോഴും രാവിലെ വൈകുന്നേരം ആന പോകും. ഞങ്ങക്ക് വലിയ നോട്ടൊന്നുമില്ല ആന പോയാലും. സ്ഥിരമാകുമ്പോ ആൾക്കാർക്ക് മടുപ്പോ, പിന്നെ അങ്ങനെ നോക്കൊന്നുമില്ല. അത് തന്നെ ഇവിടുത്തെ പിന്നെ അത് അപ്പൊ ഈ മറ്റേ ചിഹ്നം വിളിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോ ഒരു പ്രത്യേക രസമല്ലേ രാത്രിക്ക് ആകുമ്പോഴോ. അതെ, പെട്ടെന്ന് നോക്കും. അത് ഇന്ദ്രസൻ എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്താണോ ചിഹ്നം വിളിക്കുന്നത്, ആരെല്ലാം വന്ന് കാണും. അങ്ങനെയൊക്കെ ആൾക്കാരിന്ന് അല്ലേ ഇങ്ങനെ ചോദിക്കും. പിന്നെ അവരുടെ അമ്പലത്തിനകത്ത് ആന പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങി ഇടയാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറയില്ല. ഇവിടുത്തെ ആൾക്കാർ ആനയെ ഊട്ട് ഇടയാന്ന് പോയിണ്ടാവും. അങ്ങനെ അതൊരു പാവാണ്, ഒന്നും ചെയ്യുന്നത്. അതെങ്ങനെ ബ്രഹ്മരാക്ഷസിന്റെ അമ്പലം കണ്ട അതിന്റെ അടുത്തായിട്ടാണ് ഈ ആനക്കോട്ടുള്ളത്. ആനക്കോട്ട അടുത്താണ് ഈ അമ്പലം. അപ്പൊ എന്തായാലും സായം സന്ധ്യ അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.